ആ നമ്മൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ പറ്റി ചർച്ച ചെയ്യണ്ടായിരുന്നു. ഉവ്വ. അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും യുദ്ധം മൂർധന്യാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇന്നലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഹൈപ്പർസോണിക് മിസൈൽ വിട്ട് ഇസ്രായേൽ വൻ നാശനഷ്ടം ഉണ്ടായി. ഉവ്വ. ഇത്തരത്തിൽ മുന്നോട്ട് പോയിരിക്കും എന്തായിരിക്കും ഇസ്രായേലിന്റെ നിലപാട് അല്ലെങ്കിൽ ഇറാന്റെ നിലപാടെന്ന് തോന്നുന്നത്? എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലും ഇറാനും ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ സൗഹൃദ രാജ്യമായിരുന്നു. ഇസ്രായേലിന് ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ. ഇറാനിലെ മത രാഷ്ട്രമായിട്ട് മാറിയതിന് ശേഷമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വൈര്യം വരുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മളൊരു 2 വർഷം മുന്നേ ഈ യുദ്ധം, ഈ പ്രശ്നം, ഈ സംഘർഷം ഉടലെടുക്കാൻ കാരണം തന്നെ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തി 1250 ആളുകളെ വധിച്ച് ഒരു ആക്രമണം നടത്തിയതിന് ശേഷമുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു, ഇസ്രായേൽ തിരിച്ചടിച്ചു. ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചു, ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചു. ഇവർക്കൊക്കെ ഇറാൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ യഹൂദിനെയും കൊല്ലുക എന്നുള്ള ലക്ഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ഐഡിയോളജിയിൽ നിൽക്കുന്നത്. ആ ലക്ഷ്യം വെച്ചിട്ട് ഇറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്രായേലി സൈനികനെ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരനെ കൊല്ലുകയാണെങ്കിൽ എന്താ പറയുക, 1000 ഇറാൻകാർ കൊല്ലപ്പെടുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് പരമാവധി ഇസ്രായേലിലുള്ള ആളുകൾ കൊന്ന് ആ രാജ്യത്തെ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധത്തിനെങ്കിലും ഇറാൻ്റെ ആക്രമണത്തെ തടുത്തു നിർത്തുക, ഇസ്രായേലിനെതിരെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്ന മുഴുവൻ സാഹചര്യങ്ങളും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേൽ മാറിക്കഴിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവരുടെ സൈനിക മേധാവികളെ, ആണവ ശാസ്ത്രജ്ഞന്മാരെ, എന്താ പറയുക, മിസൈൽ സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്ന ആളുകളെ, അതിൻ്റെ മുഴുവൻ സൈനിക വിന്യാസത്തിനെതിരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം. ഇറാൻ സത്യത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് കണ്ടത് കിട്ടിയത് വെച്ച് അടിക്കുക എന്നുള്ള രീതിയാണ്. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും ഇറാൻ്റെ അറ്റാക്കിൻ്റെ ശക്തി കുറയും, ഇസ്രായേലിന് ആധിപത്യം കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരുന്നൊരവസ്ഥയാണ് ഇനി കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് താൽക്കാലികമായിട്ട് ഇസ്രായേൽ വിചാരിക്കുന്ന പ്ലാനിലാണ് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത. കാരണം ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇസ്രായേലിൻ്റെ പ്ലാനും പദ്ധതിയും കൺട്രോളും കാര്യങ്ങളിലേക്ക് പോകാനാണ് സാധ്യത വരുന്നത്. കാരണം ഈ ഇറാന് സപ്പോർട്ടായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങൾ ആരും പരസ്യമായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും വാക്കുകൾ കൊണ്ട് ഇറാൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും പരസ്യമായിട്ടൊരു പിന്തുണയായിട്ട് രംഗത്ത് വരാനുള്ള ചാൻസ് ഇല്ല. ഇസ്രായേലിനൊപ്പം ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയൊക്കെ പരസ്യമായിട്ട് രംഗത്ത് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി ഇസ്രായേലിന് വലിയ തോതിൽ നാശനഷ്ടം വരികയാണെങ്കിലും അന്തിമമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇറാനെ പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു മുറുക്കി ഇറാനിലൊരു ഭരണമാറ്റം സാധ്യമായി പുതിയൊരു സർക്കാരിൻ്റെ കീഴിൽ അവിടെ പുതിയൊരു ഗവൺമെൻറ്, പുതിയൊരു സർക്കാർ നിലവിൽ വരുന്ന തരത്തിൽ വന്ന് ഇസ്രായേലിന് ഒരിക്കലും ഭീഷണിയില്ലാത്ത തരത്തിലുള്ള ഒരു സർക്കാർ ഇറാനിൽ സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കും നടക്കാനുള്ള സാധ്യത. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ലക്ഷ്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളുടെ ലോകത്തിലെ ട്രെൻഡ്, മനുഷ്യ മനസ്സിലുള്ള ചിന്തയുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്നുള്ളതാണ് നമുക്ക് പറയാൻ. കാരണം ഇറാനെ പിന്തുണയ്ക്കാനായിട്ട് വളരെ കുറച്ച് ജനങ്ങളാണ് സ്വാഭാവികമായിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ ആളുകളുടെയും മാനസിക പിന്തുണ ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഹമാസിൻ്റെ ആക്രമണം, ഹിസ്ബുള്ളയുടെ ആക്രമണം, ഹൂതിയുടെ ആക്രമണം,
ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇറാനാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറബി രാജ്യങ്ങളുമായി ഇസ്രായേൽ നല്ല ശാന്തി സമാധാനത്തിൽ വരുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം രാജ്യങ്ങളുടെ ഉള്ളിൽ തന്നെ പരസ്യമായിട്ട് അവർ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിലെല്ലാം ഈ സത്യം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തീവ്രവാദത്തിനെതിരെ ലോക മനസാക്ഷി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ നീക്കത്തിന് ലോക മനസാക്ഷി ഭൂരിഭാഗം ഇസ്രായേലിനൊപ്പം നിൽക്കാനാണ് സാധ്യത കൂടുതൽ. അതിൻ്റെ വെളിച്ചത്തിൽ ഇറാന് അവിടുത്തെ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക്, ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണമായിട്ട് നാശം സംഭവിക്കാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. താൽക്കാലികമായിട്ട് ഇറാൻ വിജയിക്കുമെങ്കിലും അന്തിമമായിട്ട് ഇസ്രായേലിൻ്റെ അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ മാറാമെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതിൽ?